സ്വർണ്ണവില കിളിങ്ങണല്ലോ. KSFE ഗോൾഡ് ലോൺ ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് KSFE ഗോൾഡ് ലോൺ. ഞാൻ വിശ്വസിക്കുന്ന ഒരു 80% വരുന്ന ചെറുപ്പക്കാരിലും ഇത്തരമായിട്ടുള്ള ലൈംഗിക തൃഷ്ണയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം പരീക്ഷണങ്ങൾ പലരും നടത്താറുണ്ട്. നമ്മുടെ മാർക്കറ്റിലും അങ്ങനത്തെ അവൈലബിൾ ആണല്ലോ. അതിൽ ആ പാട്ടിൽ തന്നെ വന്നിട്ടുണ്ട് ഇടയന്റെ പുല്ലാങ്കുഴൽ നാദം എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഇടയൻ മരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ആദ്യമായിട്ട് നൊമ്പരമൊക്കെ അറിയണത് ആ പടത്തിലാണ്. ഷൈൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് സിഗരറ്റ് വലിക്കണ്ടാവും അല്ലേ. ആദ്യം കഥ എങ്ങനെ ഒരു ക്യാരക്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ സാർ നമുക്ക് സിഗരറ്റിലേക്ക് മൊത്തം ഒഴിവാക്കിവിടുന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത. എനിക്ക് അതിന് ഇപ്പൊ റോഡിൽ ഇപ്പൊ വണ്ടികൾ പോകണമെങ്കിൽ ഇതെന്താ വണ്ടിയൊക്കെ റോഡിൽ കൂടെ പോകണമെന്ന് ചോദിക്കും സാറ്. അങ്ങനെ തമാശ ഉണ്ടായിട്ടുണ്ട്. ഓട്ടോറിക്ഷ റോഡിൽ കൂടിയാണ് ഓടിക്കുന്നത്. റോഡിൽ കൂടി റോഡിൽ കൂടി പോകും. വിവേകാനന്ദൻ വൈറലാണ് തിയേറ്ററിലെത്താനിരിക്കുന്നു. സംവിധായകൻ കമലും ഷൈൻ ടോം ചാക്കോയുമാണ് ക്യൂ സ്റ്റുഡിയോക്കൊപ്പം ഉള്ളത്. സാർ, ഇതിൽ ഭയങ്കര രസകരമായൊരു വസ്തുത എന്ന് പറയുന്നത് അസിസ്റ്റൻ്റായി കൂടെ വന്നയാൾ എന്നുള്ളതിനപ്പുറത്ത് എനിക്കൊന്ന് ഷൈൻ്റെ ചെറുപ്പം മുതൽ ഷൈനെ പരിചയമുള്ള ഒരാളാണ്. ഇപ്പോൾ ഷൈൻ്റെ 100ാമത്തെ സിനിമ സെലക്ട് ചെയ്യാൻ ഡയറക്ഷന് വേണ്ടി സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എനിക്കൊന്ന് ഞാൻ ഷൈനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഷൈൻ അവിടെ ഏത് സിനിമ ഏറ്റവും ഗംഭീരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രീസിയേഷൻ ഒന്ന് ഗുരുനാഥൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുശിഷ്യ ബന്ധം എന്നുള്ളതിനപ്പുറത്ത് ഷൈനെ ആദ്യമായിട്ട് കാണുന്നത് ഷൈൻ്റെ ഒരു കുട്ടിക്കാലം മുതലേ കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. ഷൈനിൽ സിനിമയിലേക്ക് എടുത്തേക്കാം അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആക്കാം എന്നൊക്കെ സാറ് തീരുമാനിച്ചതല്ലോ. ഷൈൻ ഒരു വണ്ടി കയറി വന്നിട്ട് അങ്ങനെ ഉണ്ടായൊരു ഡിസിഷൻ ആണല്ലോ. എനിക്കത് ഷൈൻ തന്നെ എപ്പോഴും എന്നോട് തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ചാക്കോ ചേട്ടൻ്റെ മോനാണ് എന്നുള്ളൊരു ഐഡന്റിറ്റിയിൽ അന്ന് ഷൈനത് ഓർമ്മ തെറ്റാതെ പറയും. നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പല ബസ്സിലായിട്ട് ഗ്രാമഫോണിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നത്. ഷൈനെ ശരിക്ക് അസിസ്റ്റ് ചെയ്യിപ്പിച്ചേക്കാന്നൊക്കെ തോന്നിയത് എപ്പോഴാണ് ശരിക്ക്? കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരാളുടെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്താണ് വരുന്നതെങ്കിൽ പോലും ഇയാൾ പറ്റിയൊരു അസിസ്റ്റൻ്റ് ആണ് എന്ന് കരുതുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് എല്ലാ പ്രൊമോഷൻസും കിട്ടിയിട്ടുള്ള ആളാണ്, ചീഫ് അസോസിയേറ്റ് വരെ. എപ്പോഴാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്? അല്ല, ഷൈൻ അതേപോലെ എൻ്റെ അടുത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും വന്നിട്ടില്ല. ആദ്യം ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ബാലതാരമായിട്ട്, അതായത് അഴകിരാവണൻ്റെ സമയത്തൊക്കെ എന്തോ സമയത്ത് ഇതേപോലെ ഒരു ജ്വല്ലറിയുടെ ഒരു പൊന്നാനിയിൽ പരിപാടിക്ക് വന്നതാണ്. ഞങ്ങൾ പൊന്നാനിയിൽ ഒരുമിച്ച് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നതാണ്. ഞാനും ഷൈൻ്റെ ഫാദറും അടുത്തടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത്. അന്ന് ഷൈൻ കുട്ടിയാണ്, എൻ്റെ മകൻ ജനൂസും വളരെ ചെറിയ കുട്ടിയാണ്. അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അതിനുശേഷം എൻ്റെ വൈഫ് പൊന്നാനിയിൽ MSc കോളേജിൽ ലെക്ചറായിരുന്നു. പിന്നെ ഞങ്ങൾ വൈഫിന് ട്രാൻസ്ഫർ ആയി കൊടുങ്ങല്ലൂർക്ക്. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോകുന്നു. കുറേ കാലം കണ്ടിട്ടില്ല ഷൈനെ. അതിനുശേഷമാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നപ്പോൾ ഷൈൻ എൻ്റെ അടുത്ത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇടിച്ചു കയറി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ ചാക്കോൻ്റെ മോനാണെന്ന് പറഞ്ഞ്. അപ്പോൾ ചെറിയ കുട്ടിയായിരിപ്പല്ലേ കണ്ടിട്ടുള്ളൂ. പിന്നെ അന്ന് ഷൈൻ 7 പഠിക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവന് അങ്ങനെ വീട്ടിൽ കണ്ടാലോ തിരിച്ചറിയില്ല. കാരണം ചെറിയ 3 വയസ്സൊന്നും പിന്നെ 7ാം ക്ലാസ്സിലാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പോൾ സാറ് കൊടുങ്ങല്ലൂരേക്ക് വന്നല്ലോ, ഓരോ ചെയ്തിരുന്നു. അപ്പോൾ പൊന്നാനിയിൽ ആണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ ചാക്കോ ഷൈൻ്റെ ഫാദർ ഇങ്ങനെ കാലിലെന്തോ ആണി കയറിയിട്ട് മുറിവൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനെന്നാൽ വീട്ടിലേക്ക് വരാം, വന്ന് കാണാം, കുറേ കാലമായി കണ്ടിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ബാലതാരമായിട്ട് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു പോരുകയും ചെയ്തു. പിന്നീട് അങ്ങനെ ഒരു കോൺടാക്റ്റ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായില്ല. ഷൈൻ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നടക്കിയിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് എക്സാമിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു. എക്സാം ഹോളിഡേയ്സ് ഉണ്ടാവില്ലേ, പബ്ലിക് എക്സാം, സ്റ്റഡി ലീവ്. അതെ, സ്റ്റഡി ലീവ്. ആ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യാൻ, നിന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവണമെന്നാണ് പറഞ്ഞത്. അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ പ്ലാൻ മാറ്റിയത് എങ്ങനെയാ? പ്ലാൻ മാറ്റിയത് അഭിനയിക്കാനുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോൾ ലൊക്കേഷനിൽ കണ്ടപ്പോൾ എനിക്കൊരു പേടിയൊക്കെ ചെറുതായിട്ട് കൂടി. കാരണം ഇത്രയും ആൾക്കാരും ബഹളവും ലൈറ്റും, ദിലീപനും പിന്നെ മീര ജാസ്മിനും, പിന്നെ അവര് ലൊക്കേഷൻ ആകെ നമ്മുടെ ഗോകുലം ഹോട്ടലിന്റെ അകത്തായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. അവര് ഹോട്ടൽ പോർഷൻസ് ഒക്കെ. അപ്പോൾ അവർ ഹൗസ് കീപ്പിങ്ങിലാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ നിന്ന് പാക്കപ്പ് പറഞ്ഞ് പെട്ടെന്ന് ഒരു കൂട്ടം പോകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് തന്നെ കിടക്കാൻ നമുക്ക് പേടിയാവും. അപ്പോൾ അവിടെ നിന്നിട്ട് എങ്ങനെ അഭിനയിക്കും ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്? അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി ഇവരുടെ കൂടെ. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്തതാണ്. കാരണം അഭിനയിക്കാനാന്ന് പറഞ്ഞ എന്ത് റോൾ കിട്ടാൻ
അങ്ങനെ റോളൊന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ ആർക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ 1-2 ദിവസം അല്ലെങ്കിൽ അര ദിവസമൊക്കെ കിട്ടുന്ന റോളല്ലേ. അതാ ഞാൻ പിന്നെ ഫുൾ ടൈം ലൊക്കേഷനിൽ നിൽക്കണം, സിനിമയിൽ തന്നെ നിൽക്കണം. കാരണം +2 കഴിഞ്ഞാലാണ് ഒരാളെ എങ്ങോട്ടെങ്കിലും കയറ്റി വിടുകയെ എന്തെങ്കിലും ജോലിയിലേക്ക് ആവുക. അത് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റില്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അറിയാം, അഭിനയിക്കാനും നല്ല കഴിവുള്ളതും സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങളും അവർക്ക് കുടുംബം നോക്കേണ്ടത് കൊണ്ടൊക്കെ അവർ ദുബായിലേക്ക് കയറിപ്പോയതും പിന്നീട് ഒരിക്കലും സിനിമയിലേക്ക് വരാൻ പറ്റാതെ ആ ആഗ്രഹവുമായിട്ട് അവർ അവിടെ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക. പണി തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ലല്ലോ. ശമ്പളം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിത ഭദ്രതയൊക്കെയല്ലേ നോക്കുള്ളൂ. അപ്പൊ ഇതിലേക്ക് എപ്പോഴും കയറി കിട്ടണം +2 കഴിഞ്ഞ വഴിക്ക്. അതാണ് അസിസ്റ്റന്റ് ഡയറക്ടറായ അപ്പോൾ സ്ഥിരം ഒരു ജോലി ആയല്ലോ അവിടെ. പിന്നെ അവിടെ തന്നെയല്ലേ നടക്കണത്. അപ്പൊ എപ്പോഴെങ്കിലും കിട്ടും ചാൻസ്. ആരെങ്കിലും അഭിനയിക്കാൻ ലേറ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ തെറ്റിക്കുമ്പോഴൊക്കെ അഭിനയിക്കാൻ പറയും. ആ ക്യാരക്ടർ നന്നായി ചെയ്ത് അടുത്ത ക്യാരക്ടർ കിട്ടി. ഇതൊക്കെ നമ്മുടെ ഒറ്റ ബുദ്ധി തോന്നുന്ന കാര്യങ്ങളാണ്. ഈ സാറിന് അത് ഭയങ്കര രസമുള്ള ഒരു സാധനമായിരിക്കുമല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് ഒരു ചെറിയ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ. സാറിന് അറിയാലോ പപ്പുലുവിന്റെ ഏജ് നോക്കിയിട്ട് പോയി പരീക്ഷ അത് ഷൈൻ പണ്ടൊരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ട് വാടാന്ന് പറഞ്ഞു. വാടായിൽ അങ്ങ് പിടിച്ചത് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണല്ലോ അത്. പിന്നെ പത്രത്തിൽ നമ്മൾ കാണും, പത്രത്തിൽ കാണും നമ്മൾ ചിത്രീകരണം തുടങ്ങുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പൊ തന്നെ ഞാൻ പിന്നെ പെട്ടെടുത്ത് പോന്നു. അപ്പൊ അത് ഒരു നിമിത്തമാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഷൈൻ പക്ഷെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിൽ വർക്ക് ചെയ്തിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഷൈൻ സിനിമയുടെ ഒരു ഭാഗമായി മാറി. ക്രൂവിൻ്റെ കൂടെയൊക്കെ വളരെയധികം അഡ്ജസ്റ്റായി. പിന്നെ ഞാൻ ഷൈൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമെന്ന് വെച്ചാൽ ഷൈൻ ഫുൾ ടൈം ആക്റ്റീവാണ് എല്ലാ കാര്യവും. ഒന്നത് കോളേജൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളും മറ്റേ പാട്ടും ഇല്ല രാക്ഷസി പാട്ട് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ സമയത്തൊക്കെ ഷൈൻ ഇങ്ങനെ ഓടി നടന്നിട്ട് ആൾക്കാരെ അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അതൊരു ഇതാണല്ലോ. നമ്മളെ ഒരാളെ അങ്ങനെയാണ് സ്കില്ല് മനസ്സിലാവുന്നത് അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി ഷൈൻ കൊള്ളാവുന്നൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തുടരട്ടെ എന്നുള്ളത് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ അഭിനയിക്കാൻ ഇത്രയും വലിയ മോഹം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ കാര്യത്തിൽ ഒരു മണ്ടനാണെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയില്ല. കാരണം ഇതേപോലെ തന്നെയാണ് ദിലീപും. എൻ്റെ കൂടെ ആദ്യം അസിസ്റ്റൻ്റായിട്ട് വരുമ്പോഴും മനസ്സിൽ അഭിനയിക്കാൻ ആഗ്രഹമായിട്ടാണ്. അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞിരുന്ന എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് പറയേയില്ല. അതേസമയം അന്ന് ലാൽ ജോസ്, അക്കു അക്ബറൊക്കെ കൂടെ ഉണ്ട്, അവരോട് പറയും. എന്നിട്ട് അവർ റോള് അഡ്ജസ്റ്റ് ചെയ്യും. സ്ക്രിപ്റ്റിൽ ഈ റോള് ദിലീപിന് കൊടുക്കാന്നൊക്കെയുള്ള രീതിയിൽ എന്നോട് പറയാൻ വേണ്ടിയിട്ട് ഇവർ വരും. വരുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങും. അപ്പോൾ സ്ക്രിപ്റ്റൊക്കെ വായനയൊക്കെ ആയിട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഉടനെ ഞാൻ ലാലുവിനോട് പറയും നമുക്ക് ആ റോള് ഇടവേള ബാബുവിന് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ദിലീപിന് വെച്ച ദിലീപ് ആഗ്രഹിച്ച 2-3 പടത്തിലെ റോളുകളൊക്കെ ഇടവേള ബാബുവിന് വെച്ചു. 2-3 പടത്തിൽ അന്നത്തെ ദിലീപിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇടവേള ബാബുവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് പറയുന്ന പടത്തിൽ വന്നപ്പോഴാണ് കോളേജും ഒക്കെ ആയിട്ടുള്ള സംഭവം വന്നപ്പോൾ അതിലിങ്ങനെ വില്ലൻ്റെ കൂടെ നടക്കാനായിട്ട് കുട്ടികൾ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ആരാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, സെലീം പടിയത്തെ ആരാണോ സൂര്യൻ കണ്ടാണ്, നമുക്ക് ദിലീപിനെ നിർത്താം. നമ്മൾ നിന്നോട്ടെ, അവൻ വന്നോട്ടെ, അഭിനയിക്കും, മേക്കപ്പ് ഇട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചക്രവർത്തി സാറിനെ കണ്ടിരുന്നു ഒരിക്കൽ, ഞങ്ങളൊരു പടത്തിൽ ചെയ്തിരുന്നു. അപ്പോൾ സാറ് പറയാം ദിലീപ് അന്ന് ഭയങ്കര വിളവനായിരുന്നു. എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ ഡയലോഗിൽ പകുതി അവൻ പഠിപ്പിക്കുള്ളൂ, ബാക്കി പകുതി പഠിപ്പിക്കില്ല. ഷോർട്ടിൻ്റെ ഇടയിൽ വരുമ്പോൾ പകുതി എനിക്കറിയുള്ളൂ, അപ്പോൾ ബാക്കി ദിലീപ് പറയും. സാറ് പറയും ആ ഓക്കെ ബാക്കി ദിലീപ് പറയട്ടെ. അങ്ങനെയാണ് ദിലീപിന്റെ ഡയലോഗ്സ്. അങ്ങനെയാണ് കുറെ ഡയലോഗ് കിട്ടിയത്. ചക്രവർത്തി മനസ്സിലായി, ചക്രവർത്തി ഇതാണ് അതിൻ്റെ അകത്തുള്ള ഒരു. അപ്പൊ അതേ പാറ്റേണിലാണ് ഷൈൻ ശരിക്കും പറയണമെങ്കിൽ കൂടെ നിന്ന് അഭിനയിക്കാന്ന് വിചാരിച്ച്. പക്ഷെ നമ്മളിൽ വെറുതെ എന്താ പറയുക ബസ്സിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇരുത്തില്ല. അപ്പൊ അവർ ചിലപ്പോൾ പോവും. എങ്ങാനും പോയി കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി മിസ് ആവും. രാത്രിയല്ലേ ഷൂട്ട് ചെയ്യണത്, അടുത്ത ദിവസത്തേക്കും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഷൈനെ പിടിച്ചിരുത്തിയത്. കാരണം കൂടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അങ്ങനെ പലരും അങ്ങനെ അഭിനയിക്കാറുണ്ട്. എന്താ പറയുക കണ്ടിന്യൂറ്റി ആഷിക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇരുത്തിയത്. പക്ഷെ അപ്പോഴും അതിൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്ന് വെച്ചാൽ ഡയലോഗ് കിട്ടണം, അതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പറയണില്ല, പറയാൻ ധൈര്യമില്ല. അതെ. പക്ഷെ പിന്നെ കുറെ സിനിമയിൽ ഷൈനിന്റെ കൂടെ വർക്ക് ചെയ്തെന്നുള്ളതാണ്. പിന്നെ മഞ്ഞുമൂലം ആഗ്രഹിച്ചു, അത് കുട്ടികളുടെ പടമാണല്ലോ. അന്നും ഞാൻ റോള് കൊടുത്തില്ല. റോള് കൊടുക്കാൻ അറിയില്ല. ഷൈൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഷൈൻ പിന്നെ സ്കൂളിലാവുന്ന സമയത്ത് സിനിമയിലെത്താൻ പറ്റും. കമൽ സാറുണ്ടല്ലോ, അതായത് എങ്ങനെ പോയാലും എനിക്ക് സാർ ഞാൻ പിന്നെ മോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറാനുള്ള കമൽ സാർ എൻട്രി ഉണ്ട് ആക്ടിങ് എന്നുള്ളത്. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കമൽ സാർ എങ്ങനെ പോയാലും കുട്ടികളുടെ പടം എടുക്കുന്ന ആളാണ്. ഈ പറയുന്ന എല്ലാത്തിലും ഒരുപാട് സിനിമകൾ കുട്ടികളെ മുതൽ കുട്ടികളുടെ പല സിനിമകളുണ്ട്. അപ്പൊ ഏത് ഏജിലും കുട്ടിയാവുന്ന കാലത്തൊക്കെ എപ്പോ വേണമെങ്കിലും കയറി ഇതാന്നുള്ളതാണ് എനിക്ക്. ഈ പിന്നെ നമ്മൾക്ക് ശേഷമാണെങ്കിലും ഞാൻ വന്നത് ഇപ്പൊ ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ നമ്മൾ അതുവരെ കണ്ട പോസ്റ്റേഴ്സും സംഗതിയൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒരു ബഷീറിനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല.
നമുക്ക് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് റിവലേഷൻ ആയിരുന്നു ആ ക്യാരക്ടർ. ഭയങ്കര സർപ്രൈസ് ആയിട്ട് വരുന്നു വെച്ചാൽ അന്ന് ഈ പറയുന്ന ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ സോഷ്യൽ മീഡിയ മറ്റെവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇത് കമൽ സാറിൻ്റെ അസോസിയേറ്റ് ആണ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയുന്നു. അത് ഭയങ്കര യുണീക്കായ ക്യാരക്ടറായിരുന്നു. കാരണം അയാൾക്ക് വേറെ തന്നെ ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ, രൂപം സംഗതി. അതിൻ്റെ രൂപത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടതിനെ കുറിച്ചൊക്കെ എന്നോട് തന്നെ ഷൈൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പെർഫോം ചെയ്യുമെന്ന് അറിയണമല്ലോ, ഈ ബഷീറായിട്ട് ഈ ക്യാരക്ടർ ഏൽപ്പിച്ച ഇയാൾ പെർഫോം ചെയ്യുമെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു ടെസ്റ്റ് പോലും ചെയ്യാതെ ഷൈൻ അതിലേക്ക്, അതെൻ്റെ ഒരു കോൺഫിഡൻസും ഷൈനിൽ എനിക്കുള്ളൊരു കോൺഫിഡൻസും കൂടി. സാറ് കുട്ടികളെ വരെ ചെയ്യിപ്പിക്കണതല്ലേ? അതായിരുന്നിരിക്കാം, എനിക്കറിയില്ല. എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് മരിച്ചുപോയ ഷെഫീർ സേട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു. പുള്ളിയാണ് എൻ്റെ അടുത്ത് ഷൈനെ ഇപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഷൈൻ ആഷിഖിൻ്റെ കൂടെ ഡാഡി കൂളൊക്കെ ഇങ്ങനെ വേറൊരു ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നാളെ കണ്ടിട്ട് എന്താ പറയുക, അങ്ങനെ ഷൈൻ വന്നു. ഈ മുടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന്, അപ്പോൾ ആദ്യമൊക്കെ ഇട്ടിട്ടാണ് വന്നല്ലേ. ഞാൻ പറഞ്ഞു പോണിറ്റൈൽ മാറിയിട്ടാണ്. ഞാൻ പറഞ്ഞു നീ മുടിയൊന്നും അഴിച്ചിട്ടെന്ന് പറഞ്ഞു. ഞാൻ മുടി അഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഞാനതിന് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ മുമ്പിൽ ബഷീർ നിൽക്കണമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു തോന്നലാണ്. അപ്പോൾ ഇവൻ അഭിനയിക്കുമോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ എടുത്താൽ പൊങ്ങോന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ഈ ഷൈൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ താടി വളർത്താൻ പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ ഒരു. പിന്നെ നമ്മൾ ലൊക്കേഷനിലാണെങ്കിലും പൊസിഷൻ നിൽക്കാനൊക്കെ നമ്മൾ ഭയങ്കര അതിന്റെ അസോസിയേറ്റ് ആണല്ലോ. അതല്ല, അതുവരെയുള്ള പടങ്ങളിൽ പൊസിഷൻസ് നിൽക്കാനാണെങ്കിലും നമ്മൾ നിൽക്കും. പിന്നെ അല്ല, അതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ഷൈന് ഓർമ്മയുണ്ടാവും, മിക്കവാറും എല്ലാ പടത്തിലും വരുമ്പോഴും ഇപ്പോൾ ഹീറോ ഒക്കെ ആണെങ്കിൽ ടേക്ക് സമയത്തല്ലേ അവരൊന്നും വരുള്ളൂ. അപ്പം ഞാൻ മിക്കവാറും വിളിക്കുന്നത് ഷൈനാണ്. ഷൈൻ പൊസിഷൻ കൊടുക്കുന്നത്, ഷൈൻ കറക്റ്റായിട്ട് വന്ന് നിൽക്കും എന്നുള്ളതാണ്. ആ പൊസിഷനും കാര്യങ്ങളും ഈവൺ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ട്രോളിയൊക്കെ ഉണ്ടെങ്കിൽ സുഖം പറയുമ്പോൾ നടക്കുന്ന ട്രോളി ലൈറ്റപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഷൈൻ കറക്റ്റായിട്ട് നടന്നു വന്ന് തിരിഞ്ഞു നോക്കുന്നത്, ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത സാറ് പടത്തിലിടുന്നത് ഒരു ആക്ടർ ഉണ്ട് എന്നുള്ളതാണ്. അത് ഷൈൻ ശരിക്കും എന്റെ നമ്പർ വരും എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുന്ന, ഞാൻ ഇത്രയൊക്കെ കാണിച്ച സ്ഥിതിക്ക് ആ ക്യാരക്ടർ ഞാൻ ചെയ്യാം. എനിക്ക് അത് പക്ഷേ എന്താ പറയുക, മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന പടങ്ങളിൽ അങ്ങനെ ആഗ്രഹങ്ങൾ എങ്കിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നേരങ്ങളിലുള്ള തമാശ സ്കിറ്റ്, ഒഴിവ് സമയങ്ങളിൽ സ്കിറ്റൊക്കെ അവതരിപ്പിക്കും, കോമഡി ഓരോ ലൊക്കേഷനിൽ തന്നെയുള്ള ഓരോരുത്തർ. അപ്പൊ ഞാനും കുഞ്ഞുമുക്കൊക്കെയാണ് ചെയ്യുക. ഒരു കുഞ്ഞുമുഖത്ത് ഉണ്ടായിരുന്നു, എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്നതാണ്. ഇവരുടെ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പൊ ഈ എന്താ പറയാ, സെറ്റിൽ നടക്കുന്ന കോമഡികൾ ഇവര് വൈകുന്നേരം ആകുമ്പോൾ സ്കിറ്റായിട്ട് അതിന് ഞാനൊക്കെ ക്യാരക്ടറായിട്ട് വരും. ഇത് ദിലീപേട്ടും പണ്ട് ചെയ്തിരുന്നു നമുക്കറിയാം. സെയിം ട്രാക്ക് പിടിച്ചാണ്. അപ്പൊ മമ്മൂക്കൊക്കെ രാപ്പകലൊക്കെ ചെയ്യുമ്പോൾ മമ്മൂക്കൊക്കെ കണ്ടിട്ട് ചിരിക്കും. വലിയ ഇഷ്ടമായിരുന്നു ഇവർക്കൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവത്തിൽ നിന്നാണ് ഷൈൻ ഗദ്ദാമിൽ വരുന്നത്. നേരത്തെ മനീഷ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ബഷീർ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും ഒരു ഏലിയൻ ക്യാരക്ടറാണ് അന്ന്. സത്യത്തിൽ അന്ന് ആടുജീവിതം എന്ന് പറയുന്ന നോവൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ നോവൽ ഇത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാനിത് ചെയ്യാന്ന് വെച്ചാൽ മരിച്ചുപോയ കെ ഇക്ബാലിൻ്റെയാണ് അത് ആ വിഷയം എന്ന് പറയുന്നത്. പുള്ളി ഗദ്ദാമ എന്ന് പറഞ്ഞിട്ട് ഭാഷാഭൂഷണിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിനെ ആസ്പദമാക്കിയിട്ടുണ്ട്. പിന്നെ പുള്ളി ഞങ്ങൾ ആ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഇല്ല. പക്ഷെ പുള്ളിയുടെ വേറെ ഇടയവിലാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഖനം ഉണ്ടായിരുന്നു ഭാഷാഭൂഷണത്തിന് അതിന് മുമ്പ് വന്നിട്ട്. അതിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ക്യാരക്ടർ നമ്മൾ ഇതിലേക്ക് ക്ലബ് ചെയ്താണ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്, റിയൽ ആയിട്ടുണ്ടായിരുന്നു. ബഷീർ എന്ന് തന്നെയായിരുന്നു പേര് അയാളുടെ. അപ്പം ആ ലേഖനത്തിലുള്ള ബഷീറിനെയാണ് നമ്മൾ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ആടുജീവിതത്തിലത്തെ ക്യാരക്ടർ മാത്രമല്ല, പുള്ളിയുടെയാണ് ഡീറ്റെയിൽ ആയിട്ട് വന്നത്. അത് വലിയൊരു ക്യാരക്ടർ അല്ലേ. അല്ല, അത് പിന്നെ അത്രയും പോപ്പുലർ ആയതുകൊണ്ട് അങ്ങനെ വന്നു. പക്ഷേ ഈ ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ കെ ഇക്ബാൽ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഇത് ചെയ്താണ്, ഫീച്ചർ ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ധൈര്യത്തിൽ തന്നെ ചെയ്യാന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് കറക്റ്റായിട്ട് എല്ലാ സീനിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തെന്നുള്ളതാണ്. ഇന്നായിരുന്നെങ്കിൽ ആ ഒറ്റ ക്യാരക്ടർ മതി ഷൈൻ അന്ന് തന്നെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ അത്രയും ചർച്ച ചെയ്തു. പക്ഷെ ആ ഒരൊറ്റ ക്യാരക്ടർ കൊണ്ടാണ് ഈ പടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ബഷീറിലാണ് പിന്നെയുള്ള എല്ലാ ടോട്ടൽ ട്രാവലും വരുന്നത്. കാരണം ആ കഥ വായിക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ലാസ്റ്റ് അയാളുടെ ബോഡിയിലാണല്ലോ അവസാനിക്കുന്നത്. പിന്നെ അതിലെ പുള്ളിയുടെ ഇടപെടൽ, പുള്ളിയുടെ സഹായം അതിൽ വരുന്നതൊക്കെ ഇവരെ കാണുന്നില്ല. ബഷീർ സംഭവിച്ചെന്ന് കാണുന്നില്ല. അവസാനം ശ്രീനി വന്നിട്ട് ഒരു അനാഥ ശവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അൺനോൺ ബോഡി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അൺനോൺ ഇന്ത്യൻ എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആ ബോഡീനെ നമ്മൾ കാണിക്കുന്നത് ഷൈൻ്റെ ഷോട്ട്. ഞാനും സിനിമ കണ്ടുപോകുന്ന സമയത്ത് നായകന്മാർ മരിക്കുന്ന കഥകളാണല്ലോ നമ്മളെ ഏറ്റവും കൂടി. ഇപ്പൊ ഉണ്ണികളെ ഒരു കഥ പറയാനും മോഹൻലാലിനെ ഇടയനായിട്ടാണ് അതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികളെ നോക്കി നടക്കുന്ന ഇടയൻ. അതിൽ ആ പാട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടയന്റെ
അത് ഇതാവും പുല്ലാങ്കുഴൽ നാദം എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഇടയം മരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ആദ്യമായിട്ട് നൊമ്പരമൊക്കെ അറിയണത് ആ പടത്തിലാണ്. അതുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ എനിക്ക് തുടക്കത്തിലും കിട്ടി. ഇത് ലാസ്റ്റ് ഇടയനായിട്ടാണല്ലോ പുള്ളി വരുന്നത് അതില്. എന്നിട്ട് ലാസ്റ്റ് മരണപ്പെടുന്നുണ്ട്. അപ്പൊ മരിക്കുന്ന ക്യാരക്ടർ നമുക്ക് അന്ന് ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു തുടക്കകാലത്ത്, ആ സമയത്ത് 80s. അപ്പോ വിവേകാനന്ദൻ ചെയ്യുന്ന സമയത്തും ഇപ്പം ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ പൊസിഷൻ നിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഷോട്ട് റെഡി ആകുന്നതിന് നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ക്യാരക്ടറായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ അതുവരെയുള്ള കമൽ സാർ പോലെയല്ലോ. കമൽ സാർ പെട്ടെന്ന് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുകയാണ്, ഷൈൻ ക്യാമറയ്ക്ക് മുന്നിലാണ്, ത്രൂ ഔട്ട് ബഷീർ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുകയാണ്. ഭയങ്കര കംഫർട്ടബിളായി ചെയ്യാവുന്ന സമയമായിരുന്നോ? ഗുരു ശിഷ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പോലും ഒരു കാർക്കശ്യത്തിന്റെയും ഒരു ചിട്ടയുടെയൊക്കെ ഒരു അകലുണ്ടാവുമല്ലോ ആ സമയത്തെ. അത് പക്ഷെ കൂളായി ചെയ്യാവുന്ന സമയം. നമുക്കറിയാലോ, വർക്ക് ചെയ്തിട്ട് അറിയാലോ സാർക്ക് അച്ചടക്കം അല്ലെങ്കിൽ ടൈം അല്ലെങ്കിൽ ശ്രദ്ധ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാരക്ടർ ചെയ്യണ സമയത്താണെങ്കിലും ലൊക്കേഷനിൽ നിൽക്കുന്നവരാണെങ്കിലും. സാറ് ഒരിക്കലും ഞങ്ങൾ ഈ കണ്ടിന്യൂറ്റി ഒക്കെ തെറ്റുന്ന സമയങ്ങളിൽ സാറ് പറയും ഇതൊരു എന്റർടൈൻമെന്റ് മേഖലയാണെങ്കിലും ഒരു വ്യക്തി അയാളുടെ സമ്പത്തും സമയവും കഴിവുകളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് ഈ പറയുന്ന എല്ലാവരും. അപ്പോൾ ഓരോ മിനിറ്റിനും അതിൻ്റെതായ വിലയുണ്ട്. ഒരു മിനിറ്റ് വൈകുന്നത് അത് വലിയൊരു കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം. എൻ്റർടൈൻമെൻറ്റ് മേഖലയാണെങ്കിൽ എൻ്റർടൈൻ ആയിട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ ആ വർക്കിൽ ഭയങ്കര. പിന്നെ സാറാണെങ്കിലും ഒരു സിഗരറ്റ് വലിക്കാൻ പോലും പുറത്തേക്ക് പോകുന്നില്ലല്ലോ. സിഗരറ്റ് വലിയില്ല, ഒന്നുമില്ല. ഈ ഷൂട്ട് വന്നാൽ ഷൂട്ട്, തീരുന്നവരെ ഷൂട്ട്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും സാറിന് ഷൂട്ട് ചെയ്യാനും താല്പര്യമാണ്. നമ്മൾ രാത്രിയാണെങ്കിലും സാറ് ഒരു ഉറക്ക ക്ഷീണവും കാണിക്കില്ല. ഇനി ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെങ്കിലും പനിയാണെങ്കിലും ഒക്കെ സാറ് വരും. നേരത്തെ വരും നമ്മൾ വരുന്നതിനേക്കാളും മുന്നേ. ഉറക്കം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ സാറിന് ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ? സുഖമായിട്ട് പറയുന്നുണ്ട് സാറ് ഉറങ്ങുന്നൊന്നുമില്ല തോന്നുന്നു. അല്ല, വേറെ കാര്യമുണ്ട്. ഞാനെന്ന് വെച്ചാൽ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാം. ഭക്ഷണം കഴിക്കും, ഉറങ്ങും. വേറെ പണിയൊന്നും ഇല്ല. ഞങ്ങള് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക. തമാശകളൊക്കെ കഴിഞ്ഞിട്ടാണ്. സുഖേട്ടനൊക്കെ രാവിലെ ആകുമ്പോഴായിരിക്കും ഉറങ്ങണത്. പിന്നെ അതുപോലെ സാറിന് ഏർലി മോർണിംഗ് ഷോട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഉണ്ണികളെ മുതൽ നമ്മൾ എല്ലാം ചെയ്യുമല്ലോ ഏർലി മോർണിംഗിൽ. സോങ് സീക്വൻസിനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ സോങ് സീക്വൻസുകൾ എടുക്കും. ഒരു 9 മണി സോങ്ങിന്റെ ഷോട്ടുകളാണ്. കാരണം മോർണിംഗ് ലൈറ്റും മിസ്സാക്കില്ല, അതുപോലെ ഈവനിങ് ലൈറ്റും. അത് ഇപ്പൊ പ്രിൻസ് സാറാണെങ്കിലും പാട്ടുകൾ ആ സമയങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുക. നമ്മുടെ ഡയറക്ടർമാർ കൂടുതൽ പേരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ സോങ് ഒക്കെ വിഷ്വലി നന്നായി രസമായിട്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് സ്പേസുകൾ ഇപ്പം സെറ്റ് അല്ലല്ലോ യൂസ് ചെയ്തേക്കുന്നത്. ഒറിജിനൽ ലൊക്കേഷനിലുള്ള പാട്ടുകൾ തന്നെ നമ്മൾ എപ്പോഴും ഒരുവിധം ഒറിജിനൽ ലൊക്കേഷൻസ് ആണ് എടുക്കുക. അപ്പോൾ റോഡിലാണെങ്കിലും ബഹളാണെങ്കിലും സാറ് ആക്റ്റീവായിട്ട് മുന്നിൽ വെക്കും. ഇപ്പൊ റോഡിൽ ഇപ്പൊ വണ്ടികൾ പോകണ്ടെങ്കിൽ ഇതെന്താ വണ്ടിയൊക്കെ റോട്ടിൽ കൂടെ പോകണമെന്ന് ചോദിക്കും സാറ്. അങ്ങനെ തമാശ ഉണ്ടായിട്ടുണ്ട്. ഓട്ടോറിക്ഷ റോഡിൽ കൂടിയാണ് ഓടിക്കുന്നത്. അയാൾക്ക് സംശയം റോട്ടിൽ കൂടി തോട്ടിൽ കൂടി പോകും. ഫുൾ റോഡും ബ്ലോക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യണതിൽ ഒരു ടെൻഷനും ഇല്ല സാർക്ക്. ഇതില് വിവേകാനന്ദനാണെങ്കിൽ കമൽ സാറാണ് എഴുതിയേക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം അതൊരു നൊമ്പരക്കാറ്റാണെങ്കിലും കറുത്ത പക്ഷികളാണെങ്കിലും സാറ് ഒന്നുകിൽ സാറ് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ കോ റൈറ്റർ ആയിട്ടും സഹരചയിതാവായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉറപ്പായും. അല്ലെങ്കിൽ ആരും എഴുതിയതാണെങ്കിൽ ലാസ്റ്റ് സീക്വൻസ് എടുക്കുന്നതിന് മുന്നേ സാർ അതിന് തിരുത്തും. കാരണം മുന്നേ എടുത്ത സീക്വൻസ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് വരണല്ലോ. വരുവാണെങ്കിൽ അത് എടുക്കുന്നതിനനുസരിച്ചല്ലേ വരുള്ളൂ. അപ്പൊ എപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾക്കും ഇത് പരിചയം. ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്ക് എവിടെ വേണമെങ്കിലും തിരുത്താലോ. എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള തിരുത്തലാണ്. നമ്മളിപ്പോ കീ ആയിട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ മാറ്റല്ല ചെയ്യുന്നത്. മറ്റു സീൻസിന് മാച്ച് ആവുന്ന രീതിയിൽ, അപ്പുറം ഇപ്പുറമുള്ള സീക്വൻസിന് മാച്ച് ആവുന്ന രീതിയിൽ അതിനെ കോർത്ത് നടക്കണമല്ലോ. വേറിട്ട് നിൽക്കാൻ പാടില്ലോ ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ 5 വർഷത്തിന് ശേഷമാണ് ഷൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് യാദൃശ്ചികമായിട്ട് ഷൈനിന്റെ 100ാമത്തെ സിനിമയാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 100 അങ്ങനെ വരുന്നു. പക്ഷെ രസമുള്ള ഒരു ഗുരുശിഷ്യ കൊളാബറേഷൻ എന്ന് പറയുന്നത് നേരത്തെ കമൽ ദിലീപ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എഗെയിൻ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നടനായി പ്രധാനപ്പെട്ട ഒരു ആക്ടറായി വന്ന ഒരാളുടെ കൂടെ ഈ ദിലീപിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും കാണുമ്പോൾ ഹീറോ മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക്. സാധാരണ ആൾക്കാരല്ലേ. എന്നിട്ടും സാറ് ആക്കുക എന്ന് പറയുന്നത് അതിശയമാണ്. കാരണം എല്ലാവരും ഹീറോ മെറ്റീരിയൽസിനെയാണല്ലോ തപ്പി നടക്കുന്നത് പടത്തിലെ ആക്കാനും. പക്ഷെ സാറ് ക്യാരക്ടേഴ്സിനുള്ള ലുക്കാണ് നോക്കുന്നത് കൂടുതലും. ഈ 100ാമത്തെ സിനിമ എന്ന് പറയുന്ന സമയത്ത് എനിക്കൊന്നത് ഷൈൻ ഒരു പക്ഷേ ശിഷ്യൻ എന്നുള്ള ഒപ്പം തന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ ഘട്ടത്തിലും സാറ് ഫോളോ ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ വിവേകാനന്ദ എന്ന് പറഞ്ഞാൽ സാറ് തന്നെ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
എന്തായാലും ഷൈനിന് ഫിറ്റ് ആവുന്ന ഒരു റോൾ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അത് ചിന്തിച്ചിട്ടുണ്ടാവുക. ഷൈനിൽ കണ്ട അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ആക്ടർ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു ഇപ്പോൾ ഈ കഥാപാത്രം വരെ എഴുതുമ്പോൾ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഷൈൻ എല്ലാത്തരം റോളുകളും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, നമുക്കറിയാലോ. ഷൈൻ്റേതായ ഒരു ഇമേജിൽ തളയ്ക്കപ്പെട്ടിട്ടില്ല, ഇതുവരെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാം, പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാം, അത്യാവശ്യം ഹ്യൂമർ, പല സിനിമകളും ഷൈൻ ഹ്യൂമറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നെഗറ്റീവ് ക്യാരക്ടറുകളൊക്കെയാണ് ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ നമ്മൾ ഇതിഹാസം എന്ന് പറഞ്ഞ പടത്തിൽ പോലും ഹ്യൂമർ കണ്ടിട്ടുണ്ട്. പിന്നീട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഏതെങ്കിലുമൊക്കെ സീക്വൻസിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഭീഷ്മ പോലുള്ള സിനിമ. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഇപ്പോൾ ഈ വിവേകാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ പല ഫേസസ് ഉണ്ട്. വിവേകാനന്ദനെ നമ്മൾ ആദ്യം സിനിമയിൽ പോർട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യൻ, ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ഭയങ്കര കുട്ടപ്പനായിട്ട് നടക്കുക, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അയാൾ ഒരു ബാഗ് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നു, ഫ്ലാസ്കിൽ വെള്ളമൊക്കെ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല, മദ്യം കഴിക്കില്ല, ഇങ്ങനെ കുറേ പ്രത്യേകതകളുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അത് തന്നെ ഷൈൻ്റെ ഒരു ഇമേജിനെ പൊളിക്കുന്ന ഒരു സാധനമാണ്. ഷൈന് മിക്ക സിനിമയിലും നമ്മൾ കണ്ടിട്ടുള്ളത് മദ്യം കഴിക്കുന്നതും സിഗരറ്റ് ഇല്ലാതെ കാണില്ല, ഒരു സിനിമയിലും നമ്മൾ കാണാൻ. അതിന്റെ സ്റ്റൈലിസ്റ്റ് വലിയുണ്ട്, അതിന്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റൈലിലൊക്കെ അത് ബ്രേക്ക് ചെയ്യുക. ഞാനത് ആദ്യം ഷൈനോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഷൈൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് സിഗരറ്റ് വലിക്കണ്ടാന്ന്, അല്ലേ? ഓർമ്മയില്ല, നമ്മൾ ആദ്യം കഥ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡിസ്കസ് ചെയ്യുമ്പോൾ, സാർ നമുക്ക് സിഗരറ്റ് വലിയൊക്കെ മൊത്തം ഒഴിവാക്കിവിടുമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ആദ്യം തോന്നി. പിന്നെ നമ്മുടെ ഈ സിനിമയിലുള്ള ഈ ക്യാരക്ടറുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മാതിരി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, ബസ്സിലിരുന്നിട്ട് യാത്രയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കുക, നമ്മൾ പലരും അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ചോറ്റുപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതാണ്. പക്ഷേ ഇയാൾ ആ സമയത്തും ഇയാളിലൊരു വേറൊരു വിവേകാനന്ദനുണ്ട്. ആ വിവേകാനന്ദനിലേക്ക് എത്തുമ്പോഴാണ് അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ നോക്കുക, മനസ്സിലായില്ല, ഇത്തരം വേറെ ഏതെങ്കിലും സ്ഥലത്തിരുന്നുണ്ട്, അത് ഇയാളുടെ മറ്റൊരു മുഖമാണ്, ഒരു ഡ്യുവൽ പേഴ്സണൽ ഇതുണ്ട്. അതാണ് നമ്മൾ ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന ടീസർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയുന്നത് ലേഖ്യമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ലേഖ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഞാൻ വിശ്വസിക്കുന്ന ഒരു 80% വരുന്ന ചെറുപ്പക്കാരിലും ഇത്തരമായിട്ടുള്ള ലൈംഗിക തൃഷ്ണയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം പരീക്ഷണങ്ങൾ പലരും നടത്താറുണ്ട്. നമ്മുടെ മാർക്കറ്റിലും ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പം ഈ സാധനം ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ കുറേ ഫണ്ണുണ്ട്, നമ്മൾ സിനിമയിലും ആ ഫണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു കുറച്ച് സീരിയസ് ആകുന്ന ഒരു വെർഷനിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മൾ കാണുന്ന ഒരു നോർമൽ, അതുപോലും നോർമലല്ല, അതാണല്ലോ എന്താ പറയുക, മദ്യം കഴിക്കില്ല, സിഗരറ്റ് വലിക്കില്ല എന്ന് പറയുമ്പോൾ ഇയാൾ തേൻ കഴിക്കാൻ, ഇതിൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ട്, തേൻ എനിക്ക് അലർജിയാണെന്നൊക്കെ പറയുന്നത്. ഈ അതിനുവേണ്ടി മദ്യം ഉപയോഗിക്കണമെന്ന് ഇയാളുടെ ഇത് പറയാം. അപ്പോൾ ഇയാൾ കുടുങ്ങി പോകും. അപ്പോൾ മദ്യം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഓരോരോ അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പലതിലേക്കും പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഡയമെൻഷൻ എന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഇയാൾ എങ്ങനെയാണ് സ്ത്രീകളോടുള്ളൊരു ഇയാളുടെ അപ്രോച്ച് എന്ന് പറയുന്നതിടത്താണ് നമ്മുടെ പടത്തിൻ്റെ ഒരു വേറൊരു ഡയമെൻഷനിലേക്ക് വരുന്നത്. അപ്പോൾ വിവേകാനന്ദന് ആ രീതിയിലേക്ക് ഒരു ഡെപ്ത് വരണം ഈ കഥാപാത്രത്തിന്. അപ്പോൾ അത് വിവേകാനന്ദൻ്റെ കഥയോടൊപ്പം തന്നെ അയാൾ പരിചയപ്പെട്ട അയാളുടെ കൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെയും കൂടി കഥയായി മാറുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് വളരെ പ്രസക്തമായൊരു ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ട്രെയിലർ വന്നപ്പോഴാണ് അങ്ങനെ ഒരു പക്ക ഒരു ഹ്യൂമർ സിനിമയല്ല എന്നുള്ളൊരു ഐഡിയ കൂടി കിട്ടുന്നത്. അങ്ങനെയല്ലേ പേരിന് അങ്ങനെ ഒരു അതുണ്ട്. പേര് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ തോന്നാം ഒരു ഹ്യൂമർ വൈറലാണ്. കമന്റുകളിലാണെങ്കിൽ ഇതൊരു ഹ്യൂമർ പടം പോലെയാണ് ആൾക്കാർ എടുത്തേക്കുന്നത്. അതതിൻ്റെ ഒരു ഷോർട്ട് വിഷ്വൽസ് മാത്രം വെച്ചിട്ടുണ്ടാവുന്നതാണല്ലോ. അല്ല, അത് ഒരു കണക്കിന് നല്ലതാണെന്നുള്ള ഞാൻ കാണുന്നത്. കാരണം എന്താ അറിയാമോ, ഇത് നമ്മൾ സറ്റയറായിട്ടാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്, വളരെ സീരിയസ് ആയിട്ടല്ല. അതിൻ്റെ എല്ലാ നർമ്മവും പിടിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, അണ്ടർ കറണ്ടായിട്ട് വളരെ ഗൗരവമായിട്ടുള്ളൊരു മാറ്റർ നമ്മൾ സറ്റാരിക്കലായിട്ട് പറയാമെന്നുള്ളൊരു ട്രാക്കാണ് ഇതിൽ മൊത്തം. സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. അത് സിനിമയിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവരുടെ പെർഫോമൻസിലൊക്കെ തന്നെ അതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവേകാനന്ദൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ പല ഡയമെൻഷനിലേക്ക് ഓഡിയൻസ് എത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ വിവേകാനന്ദനോട് ആൾക്കാർക്ക്, ഈ സ്ത്രീകൾക്ക് ദേഷ്യം തോന്നും, അതേസമയം എവിടെയൊക്കെ ഒരു സിമ്പതി തോന്നുന്നുണ്ട്. എന്നാലോ ഇയാൾ അങ്ങനെ വിടാനും പാടില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ സിനിമ വളരുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ഈ സൊസൈറ്റിയിൽ വേണോ വേണ്ടേ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണമല്ലോ. അത് തിരിച്ചറിയുമ്പോൾ ഇത് ഇയാളുടെ ഒരു പ്രശ്നമാണോ, രോഗമാണോ, അതല്ല ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് മൂടി വെച്ചുകൊണ്ട് സൊസൈറ്റിയിൽ വളരെ മാന്യമാരായിട്ട് നടക്കുന്നതാണോ എന്നൊക്കെ പല ഡയമെൻഷനിലേക്ക് ഈ സിനിമ പോകുന്നുണ്ട്.
ഇപ്പം നേരത്തെ കമൽ സാർ എഴുതിയ പല സിനിമകളും നോക്കുമ്പോഴും അങ്ങനെ നമ്മൾ ഒരുപാട് സിനിമയിൽ കാണാത്ത മനുഷ്യരാണ്. നേരത്തെ സിനിമയിൽ അത്തരം ആളുകൾ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഈ സിനിമയുടെ സബ്ജക്റ്റ് ആണെങ്കിലും നേരത്തെ മലയാളത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കറുത്ത പക്ഷികൾ നോക്കുകയാണെങ്കിൽ സമാന സ്വഭാവമുള്ള സിനിമ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു മനുഷ്യരെ കുറിച്ച് അധികം പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഓരോ സിനിമ എടുക്കുമ്പോഴും അങ്ങനെ ഒരു സംഭവം. ഉണ്ണികളുടെ ഒരു കഥ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ അതുപോലൊരു ഈ നേരത്തെ ഷൈൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇടയനും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് അതുപോലൊരു കഥ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നേരത്തെ വന്നതുപോലല്ലാത്തൊരു കഥ വന്നു ചേർന്നു എന്നുള്ളത് അത് സ്വന്തം ആള് സാർ കണ്ടിട്ടുള്ളതല്ലേ നേരിട്ട് ലൈഫിൽ? അല്ല, അതിന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ലൈഫിലുണ്ട്. പക്ഷേ സിനിമയിലേക്ക് പുതിയൊരു കഥയും പശ്ചാത്തലം വരികയാണ്. അതെ അതെ, സിനിമയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളെ വന്നത്. ഈ വിവേകാനന്ദനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ. പക്ഷെ എല്ലാവരിലും ഉണ്ടാവാം ചിലപ്പോൾ അംശം. എല്ലാവരിലും ഇങ്ങനത്തെ ഒരു അംശം ഉണ്ടാവും. അതാണ് ഞാൻ അറിയണമെന്നില്ല അല്ലേ, നമുക്ക് അറിയണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തുകാരും പറയുകയില്ല. അത് അയാളുടെ സ്വകാര്യതയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. അത് ഉപദ്രവകാരിയാവാം, ചിലപ്പോൾ നിർദ്ദോഷമാവുകയും ചെയ്യും. അങ്ങനെ രണ്ടും ഉണ്ട് അതിൻ്റെ. പക്ഷെ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ കൂടിയുള്ള ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ കൂടി ആലോചിച്ചു സിനിമ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസ്കഷൻ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ അത്തരം പുരുഷനുമുണ്ട്. ഇത് വേറെ രീതിയിലേക്ക് എഫക്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് വിവേകാനന്ദനെ മനസ്സിലായിട്ടില്ലല്ലോ. വിവേകാനന്ദൻ ഇങ്ങനെ ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവാത്ത ഒരാളായിട്ടാണല്ലോ അതെ അതെ ഈ പ്രസന്റ് ചെയ്യപ്പെടുന്ന ക്യാരക്ടറെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇപ്പം നെഗറ്റീവാണോ പോസിറ്റീവ് ക്യാരക്ടറാണോ ഏത് ഷെയ്ഡാണോ? കാരണം നമ്മൾ നോക്കുമ്പോൾ വിവേകാനന്ദൻ നായകനായിട്ടാണല്ലോ ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പം നമ്മൾ പൊതുവേ നമ്മൾ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ മറ്റേ ഗുണങ്ങളും ചേർന്നൊരു നായകനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് അതുകൂടി തിരിച്ചിട്ടാണല്ലോ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. അതും അങ്ങനെ അത് ബോധപൂർവ്വം അങ്ങനെ ഒരു ആലോചന കൂടി. അല്ല, അത് നമ്മുടെ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഗ്രേ ഷെയ്ഡുള്ള നായകനെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല സിനിമകളിലും നമ്മൾ നേരത്തെ ഓപ്പണാണ്. ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ സിനിമയിൽ വളരെ ഗ്രേ ഷെയ്ഡുള്ള ഹീറോ ആണ്. പക്ഷെ അതിന് സ്വീകാര്യതയുടെ പ്രശ്നം അന്ന് സ്വീകാര്യതയുടെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് മാറിയിട്ട് ഇപ്പൊ നമുക്കറിയാം ഫഹദിന്റെ സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടാണ് ഈ സ്വീകാര്യത വന്നത്. പിന്നെ ഷൈൻ തന്നെ ഒരുപാട് സിനിമകളിൽ ഇത്തരം ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേ ഷെയ്ഡ് ഹീറോ ആണോ ഹീറോയിൻ ആണോ എന്നുള്ള ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈവൻ സ്ത്രീകൾ പോലും ആ ഗ്രേ ഷെയ്ഡുള്ള ഹീറോ ഷമ്മി ഭയങ്കര ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടതാണ്. അതിൽ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ സ്വീകരിക്കപ്പെട്ടത് ഷമ്മിയാണ്, ഫഹദിന്റെ ക്യാരക്ടർ. അപ്പൊ നെഗറ്റീവ് ആകുന്നു, ഗ്രേ ഷെയ്ഡ് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ അതിന് ഭയങ്കര ഗ്രേ ഷെയ്ഡ് ഉണ്ടോന്നാണ് ഒരു റോള് കിട്ടുമ്പോൾ. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇഷ്ടമല്ല. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയണേ, ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ ഒരു സമയത്ത് ചോക്ലേറ്റ് നായകൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് ചാക്കോ തന്നെ ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങി. അത് അക്സെപ്റ്റ് ചെയ്തല്ലോ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷൈന പ്രശ്നമേ ഇല്ല, കാരണം അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ട്. ഞാൻ ചോദിക്കണത് ഇത്ര മതിയോ? ആൾക്കാരെ വെറുപ്പിക്കാൻ ഇത്രയും മതിയോ? അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നം ഷൈൻ്റെ കാര്യത്തിൽ ഒട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം എല്ലാ നമ്മൾ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുള്ളവരെ വെച്ചും സിനിമ ചെയ്ത ഒരാളാണ്. ശരിക്കിപ്പം ഷൈൻ ഒരു ഹീറോയെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ പൃഥ്വിയെ നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിയുടെ സെല്ലുലോയിഡ് പോലെ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമ ചെയ്തിട്ടുണ്ട്. കറുത്ത പക്ഷികൾ നോക്കിയാൽ മമ്മൂക്ക ആ സമയത്ത് ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു കോമൺ മാൻ. എന്നാൽ നേരത്തെ ഇപ്പം അതിനും കുറെ ഇപ്പം ഒരു കമേഴ്ഷ്യൽ സിനിമകളിൽ വളരെ കുറച്ചാണ് നമുക്ക് അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഉണ്ണികളൊരു കഥ പറയാൻ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ മോഹൻലാൽ സിനിമകളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉള്ളടക്കം അങ്ങനെ എടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ആക്ടർ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ തന്നെ മാറിയിട്ടായിരിക്കും ചിലപ്പോൾ അയാളുടെ പെർഫോമൻസ് രീതിയിലിരിക്കുന്നത്. ഇപ്പം ഷൈൻ്റെ കാര്യത്തിൽ എന്താണ് സാറിന് അങ്ങനെ ഒരു ഒബ്സർവേഷൻ? ഷൈൻ ഭയങ്കര ഒരു ഇന്റൻസ് ആക്ടർ എന്ന് എല്ലാ കാലത്തും പറയാനുണ്ടല്ലോ. ഷൈൻ ഇപ്പം ബാസി പിള്ള എന്നൊക്കെ പറയുന്ന പോലത്തെ ക്യാരക്ടർ ആണെങ്കിൽ അയാളെക്കാൾ ക്രൂരനാവാൻ നോക്കാം. ക്രൂരനല്ല, പക്ഷേ ഈ ക്യാരക്ടർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ ഞാൻ ഒരു അതിന്റെ കാണുമ്പോൾ തന്നെ അറിയാലോ ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇൻഡപ്പിലേക്ക് ക്യാരക്ടറിലേക്ക് ഭയങ്കരമായിട്ട് ഇന്റൻസ് ആയിട്ട് ഇറങ്ങി ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ഈ ബഷീർ മുതൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഷൈനിൽ അതുണ്ട്, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കാണുന്നത്. പിന്നെ നേരത്തെ ചോദിച്ചു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയായാലും മോഹൻലാലും ഒക്കെ ആയാലും ഞാൻ ഇപ്പോൾ എല്ലാ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്യുമ്പോഴും അവരുടെ സ്റ്റാർഡത്തെ
ഉപയോഗിച്ചിട്ടില്ല. അതൊരു പക്ഷെ എൻ്റെ ദൗർബല്യമായിരിക്കും. എന്നെ പറ്റി പലരും പ്രൊഡ്യൂസർമാർ പറയുന്ന ഒരു കുഴപ്പം അത് തന്നെയായിരുന്നു. ഇവരൊക്കെ കിട്ടിയിട്ട് അവരെ സ്റ്റാറിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കഥാപാത്രമാകാന്നുള്ളതാണ്. അതൊരു കച്ചവട സിനിമയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ആർട്ട് ഹൗസ് സിനിമകൾ ചെയ്യുമ്പോൾ ഇവരൊക്കെ തന്നെ അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കച്ചവട സിനിമയിൽ അവരങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നും ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതുകൊണ്ടൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ പുതിയ കാലഘട്ടത്തിൽ എനിക്ക് കുറച്ചും കൂടി അങ്ങനെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പൊ നമ്മളിപ്പോ ഉണ്ണികളെ ഒരു കഥ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വീകരിക്കപ്പെടാത്ത ചിത്രം എന്ന് തിയേറ്ററിന്റെ കാര്യം പറയുമ്പോഴും മിഴിനീർപ്പുകളെ കുറിച്ചാണ് ഷൈൻ പറയുന്നത്. അതെ. അപ്പോൾ ആ രീതിയിൽ നമുക്കിപ്പോൾ ഒരു ഇതാണ്. ഇപ്പോൾ ഷൈനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായത്. കാരണം വെച്ചാൽ ഷൈൻ്റെ ഇമേജ് തന്നെ ഒരിക്കലും എന്താ പറയുക ശല്യം ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് രീതിയിലേക്കും ഷൈനെ രൂപപ്പെടുത്താം. എനിക്ക് മാത്രമല്ല എല്ലാ ഡയറക്ടേഴ്സിനും ഷൈനിൻ്റെ കാര്യത്തിൽ ആ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈനിന് കുറച്ചും കൂടി സ്പേസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് സിനിമയിൽ തോന്നുന്നു. അപ്പോൾ ഈ സിനിമ വരുമ്പോൾ ഷൈനിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇതും കൂടി അതായിരിക്കും, ആക്സെപ്റ്റൻസ് അതും കൂടി ആയിരിക്കും. ഓഡിയൻസിൻ്റെ ആക്സെപ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. ഷൈനിൻ്റെ ആക്ടറെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ സിനിമയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഒരു സ്റ്റാറിൻ്റെ ഇമേജിലേക്ക് പോയിട്ട് ഷൈനിലല്ലാത്ത സ്റ്റാറിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഷൈനിലേക്ക് എത്തുന്ന ഒരു പടങ്ങൾ കൂടുതൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പ്രധാന കഥാപാത്രമായിട്ട് ടൈറ്റിൽ റോളിലൊക്കെ. മുമ്പും വയലൻസ് സിനിമയിൽ ഒരുപാട് വരാറുണ്ട്. പക്ഷെ അതിൻ്റെതായ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്ര കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിന് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് വല്ലാത്ത അരോചകമായിട്ട് തോന്നുന്നു ധരിച്ചിരുന്നു. ഇപ്പം ഇന്ന് നേരെ തിരിഞ്ഞു. ഇത് അരോചകമല്ല, വലിയ സ്ക്രീനിൽ അത്രയും കാണിച്ചാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. രജനീകാന്ത് ആണെങ്കിലും വിജയ് ആണെങ്കിലും എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ലീഡ് ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. മുമ്പ് രജനീകാന്ത് ചെയ്യോ? 10-15 കൊല്ലം മുമ്പ് രജനീകാന്ത് മറ്റേ ഇതിൽ ജയിലറിൽ പോലൊരു കഥ, മോഹൻലാലിന് പോലും ഇത്ര വയലൻസ് സീനിൽ ഹീറോ അഭിനയിക്കില്ല. പക്ഷെ ഇന്ന് അത് മാറി. അപ്പോൾ ഇത്രയും വയലൻസ് കാണാന്ന് പറയുന്നത് വേറെ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്ന, നമ്മൾ സിനിമയിൽ നമ്മൾ എപ്പോഴും പറയും വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കും, മെസ്സേജ് കൊടുക്കണം അല്ലെങ്കിൽ മൊറാലിറ്റീനെ കുറിച്ച് അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക അതൊരു വല്ലാത്തൊരു ഘടകമാണ്. ചെറു തമാശ പടങ്ങള് ഇപ്പോ പൊന്മുട്ടിയുടെ താറാവ് അല്ലെങ്കിൽ പെരുവണ്ണാവരത്തെ വിശേഷങ്ങൾ, അതൊന്നും OTT പ്ലാറ്റ്ഫോമുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടങ്ങളല്ല അവരെ സംബന്ധിച്ച്. ഇതിന്റെ ഇടയിൽ ഇവര് ബാത്റൂമിൽ പോകും, ഒരാൾ വന്നാൽ പോവും, കിച്ചണിൽ പോകും. ഇതിന്റെ ഇടയിലൊക്കെ പിടിച്ചുകൊണ്ടിരുത്തണമെങ്കിൽ ത്രില്ലേഴ്സ് ഭീകരമായിട്ട് കൊടുത്തോണ്ടിരിക്കും. കാരണം എണീറ്റ് പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടിരിക്കും. അതായിരിക്കാം കാരണം.